കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. 27-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത് വാക്യം. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എന്താണ് അതിന് കാരണം? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ട് ചിന്തകൾ ഇവിടെ വായിക്കുന്നുണ്ട്. ഒന്ന്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഭയപ്പെടത്തില്ല, നിർഭയമായിരിക്കും. എന്തുകൊണ്ട്? ആദ്യ രണ്ട് വാക്യങ്ങളാണ് അതിന് മറുപടി. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. എന്താണ് അതിന് കാരണം? യഹോവ എൻ്റെ വെളിച്ചമായിരിക്കെ, യഹോവ എൻ്റെ ജീവൻ്റെ ബലമായിരിക്കെ എനിക്ക് ആരെയും ഭയപ്പെടേണ്ടിയ ആവശ്യം ഇല്ല. ഒരു ദൈവപൈതനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെയാണ് അവൻ ആശ്രയിക്കേണ്ടത്, അല്ലേ? ദൈവത്തെയാണ് ആശ്രയിക്കേണ്ടത്. നമുക്കറിയാം, എസ്രയുടെ പുസ്തകത്തിനകത്ത് അഹവാറ്റിൻ്റെ അരികെ വെച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ ശുഭയാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭയാത്ര വരേണ്ടതിന് ഉപവാസം പ്രസിദ്ധീകരിച്ച് അഹവയാറ്റിൻ്റെ കരികിൽ ഇസ്രായേൽ ഒന്നടങ്കം ഇരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞ് അവരുടെ യാത്രകളിൽ അവർ പറഞ്ഞൊരു വാചകം, എസ്ര പറഞ്ഞൊരു വാചകമുണ്ട്. അത് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിനെ ആശ്രയിച്ചിരുന്നത് കൊണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചത് കൊണ്ട് രാജാവിൻ്റെ കയ്യിൽ നിന്ന് കുതിരച്ചേവകരെയും പടയാളികളെയും ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. ഒരു പക്ഷേ രാജാവിനോട് ചോദിച്ചാൽ പടയാളികളെ തരും, കുതിരച്ചേവകരെ തരും, സർവ്വസന്നാഹങ്ങളും എസ്രയ്ക്ക് വേണ്ടി ഒരുങ്ങും. പക്ഷേ അതിനും മുകളിലായ, ഇല്ലെങ്കിൽ അത്യുന്നതനായ ദൈവത്തിൽ അവർ ആശ്രയിച്ചിരുന്നത് കൊണ്ട് മാനുഷികമായ സംരക്ഷണങ്ങൾ അവർ ചോദിപ്പാൻ തക്കവണ്ണം ഇട വന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവപൈതലെ, അല്ല കർത്തൃവേലക്കാരെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളൊക്കെ പലപ്പോഴും പറയുന്നൊരു വാചകമാണ്, നമുക്ക് വേണ്ടി ഇവിടെ സംസാരിപ്പാൻ ആളില്ല, എനിക്ക് വേണ്ടി വാദിപ്പാൻ ആരില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളില്ല. ഇന്ന് പ്രഭാതത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവം സഹായമായി ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കരുതലും കരുണയും ദൈവത്തിൻ്റെ സംരക്ഷണവും നിൻ്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇവിടെ ആരാ നിന്നെ സഹായിക്കേണ്ടത്? മാനുഷിക സഹായങ്ങൾ പരിമിതികളെ കൊണ്ടുവരുന്നതാണ്. മാനുഷിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് മറ്റ് പല ബന്ധനങ്ങളിലേക്ക് നമ്മളെ നടത്തുന്നതാണ്. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള കരുതൽ, അത് നമ്മുടെ ജീവിതത്തിനകത്ത് സ്ഥിരമായി വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ടാണ് യാബോക്കിൻ്റെ കടവിലിരുന്ന് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനാ വാചകമുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്താ യാക്കോബ് അങ്ങനെ പറയാൻ കാരണം? അവൻ്റെ മേൽ അനുഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. അല്ല, സ്തോത്രം. ലാബാന്റെ വീട്ടിൽ 20 വർഷക്കാലം അധ്വാനിച്ചതിൻ്റെ നന്മകൾ അവൻ്റെ പക്കലുണ്ട്. അല്ല, സ്തോത്രം. ജേഷ്ഠ സഹോദരൻ ഏശാവിനെ, അല്ല സ്തോത്രം, പറ്റിച്ച് അവനിൽ നിന്ന് മേടിച്ച, സ്തോത്രം, ഹല്ലേലൂയ, ജ്യേഷ്ഠാവകാശമുണ്ട്. അപ്പനെ പറ്റിച്ച് വാങ്ങിച്ച അനുഗ്രഹം അവൻ്റെ പക്കലുണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും, സ്തോത്ര, യാബോക്കിൻ്റെ കടവിൽ യാക്കോബ് പറഞ്ഞൊരു വാചകമുണ്ട്, നീ എന്നെ അനുഗ്രഹിക്കണം. എന്താ യാക്കോബ് അത് പറയാൻ കാരണം? ഒന്ന്, അവൻ്റെ കയ്യിരിക്കുന്ന ജ്യേഷ്ഠാവകാശം ഏശാവിൻ്റെതാണ്. അപ്പനെ പറ്റിച്ച് മേടിച്ച അനുഗ്രഹം അത് ഏശാവിനുള്ളതാണ്. രണ്ട്, സ്തോത്രം, 20 വർഷക്കാലം ലാബാന്റെ വീട്ടിനകത്ത് കടന്നപ്പോൾ അവൻ്റെ സ്തോത്രം മക്കൾ പറഞ്ഞൊരു വാചകമാണ്, ഞങ്ങൾ അനുഭവിക്കേണ്ട നന്മയാണ് അവൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ ലാബാന്റെ പുത്രന്മാരെ നമുക്കറിയാം. അതാണ് തിരിച്ചറിവിലേക്ക് യാക്കോബ് വന്നത്. നിന്ന് ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു എങ്കിലും അതിൻ്റെ പുറകിൽ അവകാശങ്ങളുണ്ട്. എന്നാൽ എന്നെ നീ അനുഗ്രഹിക്കണം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ലാബാൻ അവകാശം പറയാതിരിപ്പാൻ, ലാബാന്റെ മക്കൾ അവകാശം പറയാതിരിപ്പാൻ, ഏശാവോ, സ്തോത്രമല്ലേ, അവൻ്റെ തലമുറ അവകാശം പറയാതിരിപ്പാൻ യാക്കോബ് ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണം. ഈ സന്ദേശം കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, മാനുഷിക അവകാശങ്ങൾ, മാനുഷിക സഹായങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ പുറകിൽ അവകാശങ്ങളും കൂടെ വരും. അല്ല, സ്തോത്ര, കടപ്പാടെന്നോ അല്ല ഒക്കെ പറഞ്ഞുള്ള വാചകങ്ങൾ പിന്നെ നമ്മൾ കുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്താലുള്ള ഒരു അനുഗ്രഹം നിൻ്റെ തലമേൽ വെളിപ്പെട്ടാൽ അതിനെ അവകാശം പറയുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് മാനുഷിക അവകാശങ്ങൾ പറയാത്ത ഒരു ദൈവിക അനുഗ്രഹത്തെ പ്രാപിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ്
കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന കർത്താവിൻ്റെ മക്കളെ ദൈവരങ്ങൾ തരികയാണ്. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. മാനുഷിക അവകാശങ്ങൾ പറയാത്ത ഒരു ദൈവിക അനുഗ്രഹത്തിലേക്ക് അവിടെ ഞങ്ങളെ നടത്തിയാട്ട്. കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് വരും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.